കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാട്ടെ. സന്തോഷത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കർത്താവ് നൽകുന്ന വിലയേറിയ അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. I thank the Lord for this wonderful opportunity God has given us to sit down in His presence, and my greetings to all. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ വന്ദനം ഇന്ന് രാത്രി അറിയിക്കുന്നു. My greetings to all, especially the servants of the Lord and all the members of the church, in the matchless name of our Lord and Savior Jesus Christ. ഈ ആഴ്ചയിലാട്ടെ വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന പ്രത്യേക അനുഭവമാണല്ലോ. കർത്താവ് സമൃദ്ധിയായിട്ടുള്ള അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ നടത്തട്ടെ. Over the last few weeks, we were meditating upon the book of Revelation, and may God bless us in the revelation that we read. ഞാൻ അതിന് മുൻപ് ഓർപ്പിച്ചിരിക്കുന്ന പോലെ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ഉണർവയോ ഒന്നുമല്ല, ദൈവം പഠിക്കുക, ധ്യാനിക്കുകയാണ്. അപ്പോ ഒരു ക്ലാസ് റൂമിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ക്ലാസ്സിന് ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്കത് ഗ്രഹിക്കാനൊക്കത്തുള്ളൂ. As I've reminded before, when we are coming for Bible study, this is not a revival meeting, so we have to be in attitude as if sitting in a classroom to understand what is being taught in the Bible. ഉപവാസ പ്രാർത്ഥനയോ കാത്തിരിപ്പ് യോഗമോ സഹായം പോലെ അല്ല ഇത് വലിയ വ്യത്യാസമാണ്. ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതുവരെ നമുക്ക് ലഭിക്കാത്തതായിട്ടുള്ള അനേക കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മാ നമ്മളെ പഠിപ്പിക്കും. This is not like Bible study is very different to our normal worship or a tarrying meeting or a fasting prayer. We have to sit with a lot of attention and focus, and when we are sitting with that commitment, the Spirit of the Lord will teach us new things. നമ്മുടെ ബുദ്ധി, നമ്മുടെ ഹൃദയം എല്ലാം ദൈവം തമ്പുരാൻ, നമ്മുടെ ചെവി ഒക്കെ ഇന്ന് ദൈവം തമ്പുരാൻ തുറന്നു തരട്ടെ. അങ്ങനെ ദൈവത്താൽ തുറക്കപ്പെട്ട ഒരു അനുഭവത്തോടെ നമുക്ക് കർത്താവിന്റെ കാൽക്കൽ ഇരിക്കാം. May our ears and may our hearts and minds be opened by the Lord today so that we can receive from Him. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയാസ്പദമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അവസാന സമയത്ത് നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്ക് ഭാഗ്യഭാഗത്തെ തുടർന്ന് പോവുകയും ചെയ്യാം. I hope nobody has any questions on the classes we covered last week. If nothing, we can move on, and towards the end of the session, you can ask me some questions. സ്മുർണ സഭയോട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം പുത്രന്റെ കയ്യിൽ കൊടുത്ത്, പുത്രൻ ദൂതൻ വശം യോഹന്നാനെ ഈ വെളിപ്പാട് ഏൽപ്പിക്കുമ്പോൾ, ഈ ദർശനത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ, ആത്മവിശുദ്ധിയിൽ തനിക്ക് ലഭിച്ച ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ, ആസ്തയിലുള്ള 7 സഭകൾക്ക് ദൂതുകൾ ദൈവാത്മാ തയ്യാറാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. When we read the summary of what we in the last few weeks we heard, what was in the heart of the Father was passed on to the Son, and he through the angel was revealed to John in the island of Patmos and for the 7 churches in Asia Minor. അതില് സ്മുർണ സഭയോടുള്ള ദൈവിക ആലോചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. And in the last week when we covered the message that was given to the church in Smyrna. അവസാനമായിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന വിഷയത്തിൽ അന്യഭാഷയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് സംസാരിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. And we concluded last week by saying the relevance of worshiping in the Spirit and especially worshiping God by speaking in tongues. പരിശുദ്ധാത്മസ്നാനം നടന്ന എല്ലാ സ്ഥലങ്ങളിലും അന്യഭാഷ ഉണ്ടായിരുന്നു എന്നും അന്യഭാഷയിൽ സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നും വളരെ വിശദമായിട്ട് 10-11 കൂട്ടം കാര്യങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിപ്പാനിടയായല്ലോ. And we also reflected wherever there was a manifestation of the Holy Spirit, the baptism of the Holy Spirit, there was always speaking in tongues. And then what are the around 10 to 11 different points of the benefits of speaking and in tongues and worshiping in spirit we covered in last week. ഇന്ന് രാത്രി നമ്മൾ സ്മുർണ സഭയോടുള്ള ഭാഗം അവസാനിപ്പിക്കുമ്പോൾ സ്മുർണ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ദൂത് എന്താണ്, അവരെ അറിയിക്കാനുള്ള സന്ദേശം എന്താണെന്നാണ് ഇന്ന് രാത്രി നമ്മൾ തുറന്ന് നമ്മൾ പഠിക്കുന്നത്. So what we are going to continue in our today night Bible study is what was the message that was given to the church in Smyrna. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ 10-11 വാക്യങ്ങൾ നമുക്ക് ധ്യാനത്തിനായി വീണ്ടും വായിക്കാം. Revelation chapter 2 verse 10 and 11 for today's meditation. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. വളരെ കഷ്ടതയിൽ കൂടെ, വേദനയിൽ കൂടെ, കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയ സഭയാണ് സ്മുർണ സഭ. The church in Smyrna went through a lot of tribulations, persecution and bitterness in their Christian life. ഈ 7 സഭകൾക്കുള്ള ദൂതർ പറയുമ്പോൾ പല സഭകൾക്കും തിന്മവശങ്ങളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ പറ്റും.
When the messages to the 7 churches we read, we see that the focus on the negative bits also is being focused in the scriptures. എന്നാൽ സ്മുർണ സഭയുടെ ഒരു പ്രത്യേകത തിന്മകളൊന്നും പറയാതെ അവരുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിൽ അവർ ദൈവസന്നിധിയിൽ നിന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. But the church in Smyrna was a bit different. There was no negative things to speak about the church, but only the experiences and the persecutions in the midst of which they were faithful. Those are the things mentioned here. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ കൈപ്പേറിയ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ സഭ പോയപ്പോൾ അവർ ദൈവസന്നിധിയിൽ താണ് ദൈവത്തോട് അടുത്തു നിന്നു എന്നുള്ളതാണ്. And one of the major credits about the church in Smyrna was when they went through persecutions and suffering, they humbled themselves and they drew closer to God. അവിടെ തിന്മകളൊന്നും കാര്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അവര് അവിടെയുള്ള ദൂത് വളരെ അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് ദൂത് ദൈവാത്മാവരെ ഓർപ്പിച്ചത്. Even though there is not much negative things being focused about in these few verses, but there was a very powerful message that the Spirit of the Lord is speaking to the church. അവിടുത്തെ ദൂതിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗം നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. And one of the key areas of the message to the church is, do not fear any of those things which you are about to suffer. മരണഭയം ഒരു പക്ഷെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്താണ് അവർ താമസിച്ചതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ദിനംതോറും കണ്ടുകൊണ്ടിരുന്നെങ്കിലും അനേക സംഭവങ്ങളെ അവർ തരണം ചെയ്തു പോകുന്ന ആ അവസരത്തിൽ മരണഭയം തട്ടത്തക്കവണ്ണമുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അവരോട് പറയാണ് സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ടത്. So that's why the Spirit of the Lord is telling that even though they're living in a situation where the fear of death could trouble them in their daily existence, the Spirit of the Lord is telling the church, do not fear those things which are about to suffer. അത് പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേടിപ്പെടുത്തുന്ന അനേക സംഭവങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടായേക്കാം. എന്നാൽ നാം ഇരിക്കുന്നത് അവന്റെ ഉള്ളങ്കയിലായതുകൊണ്ടും തീമതിലിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടും സാത്താന്റെ തലയെ കാൽവറിയിൽ തകർത്ത കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജയിച്ചവനായി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. Even though in our Christian life, there could be a lot of things which bring the fear of death in our life, we have to understand we are children, we are the inner hands, inner palms of our God, and he has put a ring of fire around us. And because the head of Satan has been crushed upon the cross of Calvary, we do not need to fear. കൊരിന്ത് സഭയിൽ ധാരാളം പീഡയുടെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും കൊരിന്ത് സഭയ്ക്കുള്ള ദൂതുകൾ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. 1 കൊരിന്ത്യർ 10:13 വാക്യം. Can we also read 1 Corinthians chapter 10 verse 13? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹിപ്പാനുള്ളത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, ചിലത് വരാൻ പോവുകയാണ്. അത് മുൻകൂട്ടി ദൈവം അറിയിക്കുന്ന ഒരു സന്ദേശമാണ് സ്മുർണ സഭയ്ക്ക് കൊടുക്കുന്നത്. And the message to the church in Smyrna, which can be read along with the message to the Corinthians, 1 Corinthians chapter 10 verse 13 says, some things are going to come in your life, but God gives you the grace to undergo that or overcome that. നമ്മുടെ ജീവിതാനുഭവത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യസ്ത മാധ്യമത്തിൽ കൂടെ നമുക്ക് സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാറുണ്ട്. In our personal experience also, we have to understand the things that are going to befall in our life, the Spirit of the Lord through different mediums, the Spirit of the Lord will keep conveying that to us. ദൈവിക വെളിപ്പാടിൽ കൂടെയും ദൈവിക സ്വപ്നങ്ങളിൽ കൂടെയും ദർശനത്തിൽ കൂടെയും ദൈവ തിരുവെഴുത്തിൽ കൂടെയും സംഭവങ്ങളിലൂടെ ഒക്കെ ദൈവം വരാൻ പോകുന്ന സംഭവങ്ങളെ നമുക്ക് പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. The Spirit of the Lord, through different mediums like revelations or visions or dreams or through the scriptures or through experiences in our life, he'll keep revealing some of the things that are going to happen in our future. അതെന്തിനെന്ന് ചോദിച്ചാൽ മുൻകൂട്ടി അറിയിക്കുന്നത് ഞാൻ നിങ്ങൾ ഒരുങ്ങാനും അത് മനസ്സിലാക്കി ക്രമീകരണം പ്രാപിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്. And the reason the Spirit of the Lord keeps warning us so that we can be prepared, we can submit ourselves and we can pray and become ready to face those situations. പീഡയുടെ കാലഘട്ടത്തിൽ, പ്രതികൂലത്തിന്റെ കാലഘട്ടത്തിൽ, കഷ്ടതയുടെ കാലഘട്ടത്തിൽ, മഹാദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ കൊരിന്ത് സഭയിൽ കൊടുക്കുന്ന ദൂത് നോക്കിയാൽ
13-ാമത്തെ വാക്യത്തിൽ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. And when the message to the Corinthians is being given during the time of persecution or poverty or suffering, it's saying that in verse 13 it says that no temptation has overtaken you except which is common to man. ദൈവം വിശ്വസ്തൻ. But God is faithful. പരീക്ഷാഘട്ടത്തിൽ പലരും അവിശ്വസ്തരായി മാറിപ്പോകുമ്പോൾ, അകന്നു പോകുമ്പോൾ, രക്തം കൊടുത്ത് വീണ്ടെടുത്തതായ കർത്താവ് നമ്മുടെ പരീക്ഷാ സമയത്ത് വിശ്വസ്തനായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. Even though at the time of tribulation or suffering in our life, at time of trials, many people become unfaithful. We have to understand that the Lord who is with us, he is faithful. He will never leave us. നമുക്ക് സഹിപ്പാൻ കഴിയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മളെക്കാട്ടിൽ നല്ലപോലെ നമ്മുടെ ദൈവത്തിന് അറിയാം. God knows very well what our capacity is, how much we are able to undergo. സഹിക്കാവുന്നത് മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ. അത് ദൈവത്തിന്റെ അറിവ് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള അറിവിൽ ആ അളവിൽ മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ. Because God has got such a good knowledge about us, he will only allow what we can bear and nothing above our capacity. സഹിപ്പാൻ കഴിയുന്നതിന് മീതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കയറി വരുന്നു എന്നത് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ ഉറപ്പ് തരികയാണ്, പരീക്ഷയുടെയും നമ്മുടെയും നടുവിലേക്ക് കർത്താവ് ഒരു പരിചയമായി കയറി നിന്ന് അതിനെ തടയുമെന്ന്, വിശ്വസ്തയോടെ അത് ചെയ്യുമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. Even if we think that there are sometimes trials come in our life which is more than what we can bear, the Lord himself will come and stand like a shield between us and our problems. തന്നെയല്ല, പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാകും. ആദ്യം പരീക്ഷയല്ല, ആദ്യം പോക്കുവഴി ഉണ്ടാക്കി വെച്ച ശേഷമാണ് ഒരു വിശുദ്ധന് പരീക്ഷ. And we have to understand one more important thing is that, hallelujah, first he will make the way of escape out of the problem. Only then we will be undergoing temptations in our life. പരീക്ഷ എന്തിനാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മറുപടി യാക്കോബ് വ്യക്തമാക്കുന്നുണ്ട്. And why do we have trials and tribulations in our life? We can understand from the scripture there is a reason behind it. യാക്കോബ് 1:12 ആ വാക്യം കിടപ്പുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഒരു ജീവകിരീടത്തിന് അവകാശിയായി നിൽക്കാൻ നമ്മൾ കൊള്ളാമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ ദൈവം നമുക്ക് ചെയ്യാറുണ്ട്. James chapter 1 verse 12 says why we undergo temptation. It says, blessed is the man who endures temptation, for when he has been proven, he will receive the crown of life which the Lord has promised to those who love him. ദൈവം പരീക്ഷിക്കുന്നതും പിശാച് പരീക്ഷിക്കുന്നതും രണ്ട് അനുഭവങ്ങളാണ്. We have to understand there is a difference between the trials God brings and the temptations that we undergo from Satan. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതിനല്ല, പിശാച് നമ്മളെ തകർക്കാൻ വേണ്ടിയാണ് പരീക്ഷിക്കുന്നത്. The devil tries us and brings temptation in life to destroy us, but God does not bring those trials to destroy us. ഒരു കിരീടത്തിന് അവകാശിയായി നമ്മൾ മാറത്തക്കവണ്ണം പരീക്ഷ ആവശ്യമാണ്. ക്രൂശ് ഇല്ലാതെ കിരീടവുമില്ല. Because we are going to receive a crown of life, we have to be proven. That is why we have to undergo temptations. Without undergoing the cross, there is no crown. അപ്പൊ ഇതിൽ ജയിക്കാൻ വേണ്ടിയുള്ള ദൈവിക സംവിധാനം എന്ന് പറയുന്നത് ദൈവാത്മശക്തിയും ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയുമാണ്. And how do we become victorious in our Christian life to get this crown of life? It is through prayer, through the strength of the Holy Spirit, and through the meditation of the word. പരീക്ഷയുടെ അടുത്തൊരു ഭാഗം പത്രോസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് തന്റെ വിശുദ്ധന്മാരെ ഇവിടുന്ന് മാറ്റുമ്പോൾ ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ ഇടയാകുന്ന ഒരു പ്രത്യേക അനുഭവം, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നതായ ഒരു സംവിധാനമാണ് ഈ ഭൂമിയിൽ വെച്ചുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പരീക്ഷകൾ.
1 Peter chapter 4, verse 12 and 13, it summarizes like this: when Christ is going to be revealed in his glory, and there is going to be an end to all our problems, hallelujah, towards that preparation, we undergo certain trials and temptations in this life. ഇന്നിവിടെ കരഞ്ഞതിന്റെയും ദുഃഖിച്ചതിന്റെയും ഭാരപ്പെട്ടതിന്റെയും പരീക്ഷ സഹിച്ചതിന്റെയും ഒക്കെ അതിന്റെ റിസൾട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ സന്തോഷിച്ച് ഉല്ലസിപ്പാനിടയായിത്തീരുന്നത്. You know, in this experience of living in this earth, they might be having tears and some trials and some maybe crying in our life, but the result of all that will be revealed when our Lord comes back, and there will be great joy and happiness then. പൂർണ്ണ സഭയോട് ഇവിടെ പ്രബോധനമായിട്ട് ഓർപ്പിക്കുന്ന കാര്യം 10-ാം വാക്യത്തിൽ പിശാച് ചിലരെ തടവിലാക്കാൻ പോകുന്നു. And the Spirit of the Lord is exhorting to the church in Smyrna, saying that the devil is about to throw some of you into prison. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സാത്താൻ ആദമ്യ പാപ നിമിത്തം മനുഷ്യനെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളെ കാൽവരി ക്രൂശിലെ യേശുവിന്റെ മരണത്തിൽ കൂടെ അഴിച്ചു മാറ്റി. Through the sacrifice, or through the cross of Calvary, Jesus has overcome the sins, Adamic sins, by which the devil had put man under bondage. പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. The Son of Man has been revealed so that he can deliver man. എന്നാൽ അതിനുശേഷം അവന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ കർത്താവ് ജയോത്സവം കൊണ്ടാടിയെങ്കിലും സർവലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് ഒരു വിശുദ്ധനെ എങ്ങനെ തെറ്റിക്കാൻ തകർക്കാൻ ശ്രമിക്കാമോ അതെല്ലാം സാത്താൻ ചെയ്യാറുണ്ട്. Even though Jesus Christ defeated Satan and the principalities and powers of darkness on the cross of Calvary, the whole world is under the control of the devil, and because of that, a child of God can come under these trials and tribulations in his life. ഇവിടെ സാത്താൻ ചിലരെ തടവിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ തടവിലാക്കുക എന്നുള്ള ആ പദത്തിന്റെ മറ്റൊരു ഭാഗമാണ് ബന്ധിക്കുക എന്ന് പറയുന്നത്. The verse that we read in verse 10, Revelation 2:10, it says the devil is about to throw some of you into prison. Another way of looking at the same word of prison is to say that the devil is going to put some of you in bondage, binding you up. തടവിലാക്കുക എന്നുള്ള പദം പലപ്പോഴും ബന്ധുക്കോസരായ നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അതിനെപ്പറ്റി പലപ്പോഴും കൂടുതൽ ചിന്തിക്കാറില്ല. എന്നാൽ ബന്ധനം എന്നുള്ള വാക്ക് പെട്ടെന്ന് ബന്ധുക്കോസരായ നമുക്ക് മനസ്സിലാവുമല്ലോ. You know, as people of Pentecostal experience, we often do not speak the word prison much, but we quickly understand what bondage means. തടവിലാക്കുക എന്ന് പറയുന്നതും ബന്ധിക്കുക എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. When you read the Bible, putting a person in prison or putting a person in bondage, both have got the same meaning to it. വ്യക്തികളെ പല നിലയിൽ പിശാച് തടവിലാക്കുന്നത് ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The devil puts different people in different kinds of bondages, which we understand from the scriptures. കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ചില തടവുകളെ പറ്റി നമുക്ക് പെട്ടെന്ന് നോക്കാം. And just to understand, let us go through the scriptures on few examples. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗം കാണാം. മത്തായി സുവിശേഷം 5, 23, 25. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോടുകൂടെ ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. അവിടുത്തെ വാക്ക് തടവിലാകുമെന്നാണ്. അതിന്റെ ശരിയായ പദം തടവിലാവുന്നുള്ളത് ബന്ധിക്കുമെന്നാണ്. ബന്ധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിൽ ഒതുക്കുന്നതിനാണ് ബന്ധനം എന്ന് പറയുന്നത്. One of the examples is in Matthew chapter 5, verse 23 to 26, where it says, if you've got anything against your brother, before you offer your gift to the altar, you have to be reconciled to your brother. And the term that is mentioned there, it says, otherwise you will be thrown into prison, or another explanation is you will be in bondage. പഴയ നിയമത്തിലെ യാഗം പുതിയ നിയമത്തിൽ
അതിന്റെ പൊരുൾ ആരാധനയാണ്. The sacrifices in the Old Testament, the New Testament revelation of that is worship. മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് യാഗവസ്തുവിനെ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിച്ച് അവൻ കുറ്റം ഏറ്റുപറഞ്ഞ് പുരോഹിതൻ പാപം അതിനുമേൽ ചുമത്തി യാഗപീഠത്തിന്റെ കൊമ്പനോട് ചേർത്ത് കെട്ടി അതിന്റെ അറുത്ത് രക്തം തളികയിലെടുത്ത് തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമാക്കി യാഗപീഠത്തിൽ അർപ്പിച്ച് ആ യാഗവസ്തു വെന്തെരിയുന്ന അനുഭവം, അത് ചാമ്പലാകുന്ന ഒരു അനുഭവം, അതാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ യാഗം. The Old Testament worship is very descriptive. A person, because of his sins, he will bring an animal to the priest, and he will confess his sins, and the priest will transfer his sins upon to the animal. The animal is sacrificed, the blood is taken, and he is offered up to the altar. And that is a detailed description of the Old Testament worship or sacrifice. നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മെ തന്നെ യാഗവസ്തുവാക്കി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ തന്നെ വാസ്തവത്തിൽ ക്രൂശിച്ച പാപത്തിന് അതിൽ നിന്നൊരു മോചനം പ്രാപിച്ച് ശുദ്ധീകരണത്തോടുകൂടെ നല്ല മനസാക്ഷിയോടുകൂടെ നുറുക്കപ്പെട്ടവരായി കർത്താവിനെ ആരാധിക്കുന്ന അനുഭവത്തിൽ ദൈവം പ്രസാദിക്കുന്നതാണ് പുതിയ നിയമത്തിലെ യാഗം. But when we come to the New Testament, the worship has changed. Now we have to offer ourselves as a sacrifice unto the Lord in a good testimony, with a good mind, and submitting ourselves to be crucified, so that it becomes an acceptable offering to the Lord. യാഗമർപ്പിക്കാൻ പോകുമ്പോൾ യാഗവസ്തുവായിട്ട് ചെല്ലുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിയമം നിങ്ങൾ നോക്കുക. യാഗവസ്തുവായിട്ട് ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് അവിടെ വെച്ചൊരു അറിവ് കിട്ടിയാൽ യാഗവസ്തുവിനെ യാഗപീഠത്തിന്റെ അരികിൽ വെച്ച ശേഷം ഒന്നാമത് എന്ന് സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക, അതിനുശേഷം ഒന്ന് യാഗം കഴിക്കുക. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. So when we read in Matthew chapter 5 verse 23 onwards, it says that when you bring your gift to the altar and there remember that your brother has something against you, first thing we need to do is leave your gift there before the altar, go your way, be reconciled to your brother, then come and offer your gift. ആരുമായിട്ടും കൈപ്പായിരിക്കാൻ അനുഭവം പാടില്ല എന്ന് ഈ വാക്യം നമ്മളെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. അത് സഹവിശ്വാസികളായിട്ട് ആണെങ്കിലും പാസ്റ്റർമാരായിട്ടാണെങ്കിലും വീട്ടിലുള്ളവരായിട്ടാണെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ടായി എന്തായാലും കൊള്ളാം, ഒരു വലിയ നല്ല മനസാക്ഷിയോടും ശുദ്ധീകരണത്തോടും നിരപ്പോടും ക്രമീകരണത്തോടും മാത്രമേ കർത്താവിനെ ആരാധിക്കാവൂ എന്നാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. And this verse reveals to us that when you worship the Lord, you should not be having or harboring any kind of bitterness, whether it is to your church pastors or your fellow brothers and sisters or your members of your family. We should not be holding any kind of bitterness. We should have a very transparent image before God, and that is the worship God takes pleasure in. ഹൃദയത്തിൽ കയ്പും പകയും വിദ്വേഷവും വൈരാഗ്യവും നിരപ്രാപിക്കാൻ കഴിയാത്ത അനുഭവങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് യാഗമർപ്പിച്ചാൽ അഥവാ ദൈവത്തെ ആരാധിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ആ വ്യക്തിയെ സാത്താൻ തടവിലാക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. But disobeying the word of God and trying to worship God with keeping bitterness, anger, envy, and these kind of experiences in your heart, if you still try to offer worship, what it says according to the law that is mentioned here is that the devil will put you in bondage. അപ്പോൾ പാപത്താൽ പിശാചിന് അവകാശപ്പെട്ട് വ്യക്തികളെ തടവിലാക്കാൻ അഥവാ ബന്ധിക്കാൻ കഴിയും. So the summary of this verse is that because of sin, the devil can put on account of that a believer in bondage. ഈ വാക്യത്തിന്റെ അർത്ഥം ഒരു വ്യക്തിയെ ബന്ധിക്കാൻ, തടവിലാക്കാൻ, പിശാച് തടവിലാക്കാൻ ആ വ്യക്തി തന്നെ വിചാരിച്ചാൽ പറ്റും. അതിന് വേറെ ആരും വരണമെന്നില്ല, വേറെ ആരും ഒരു എതിർ പ്രയോഗവും ചെയ്യണമെന്നില്ല, ഒരു ദുഷ്ട ചെയ്തികളും ചെയ്യണമെന്നില്ല. ആ വ്യക്തി തന്നെ ക്രമീകരിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സാത്താന് അവകാശപ്പെട്ട് തടവിലാക്കാൻ പറ്റും. So the one thing we have to understand on the basis of these verses is that nobody needs to come and put you into bondage. Because of your unrepented sins, the devil has got an authority over you and can put you in bondage. അവന് നന്മകളെ മുടക്കാൻ പറ്റും. He can block your blessings in your life. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങുകയില്ല. But the word also says that if you're walking righteously or walking straight, no blessings will be withheld from you. യാക്കോബ് ഒരു പേര് തെറ്റിച്ച് പറഞ്ഞു, അത് തിരുത്താതെ 10-29 വർഷം ഇങ്ങനെ മുൻപോട്ട് പോയി. ആ
കാലഘട്ടങ്ങളിൽ തനിക്ക് ലഭിക്കേണ്ട 2 ദിക്കുകളെ നന്മകൾ മുടക്കി വെച്ചതായിട്ട് കാണാൻ പറ്റും. When we come to the Old Testament, we read about Jacob because he said one name wrong for more than 20 years, the blessings in his life were blocked. ദൂതന്റെ മുൻപിൽ തന്റെ പേര് ശരിയായി പറഞ്ഞപ്പോൾ, യഥാർത്ഥ അനുഗ്രഹത്തിന് വേണ്ടി മുട്ടുകുത്തി ദൂതന്റെ മുൻപിൽ ശരിയായ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തിരുത്തി കഴിഞ്ഞ ഉടനെ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും ദൈവം കൽപ്പിക്കുന്നതായിട്ട് കാണും. But when we read, when Jacob was wrestling with the angel and the question was asked, what is your name? He gave his correct name, and that time God commanded that the blessings that were blocked be unblocked in his life. അപ്പോൾ ആരോടെങ്കിലും കയ്പോ പകയോ വിദ്വേഷമോ വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യവസ്ഥയില്ല. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ ആരോടെങ്കിലും ആ നിലയിലുള്ള ഭാരങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കാതെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ക്രമീകരണത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നഷ്ടപ്പെട്ടതായ അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നതായിട്ടുള്ള നന്മകൾ നമ്മുടെ കയ്യിൽ തിരികെ വരും. So we have to understand on the basis of these verses, if you're harboring any kind of anger or bitterness in your heart, try to be reconciled today. Don't postpone it for tomorrow. If you're able to do that, the blessings which are blocked in your life, it will come revealed in your life. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കൂനിയായ ഒരു സ്ത്രീയെ കാണാനിടയായി. Once in Jesus' public ministry, when he went to the synagogue or to the temple, he saw a woman who was bent over. അവള് വർഷങ്ങളായിട്ട് അങ്ങനെ നടന്നെങ്കിലും അവളെ ബന്ധിച്ചിരുന്ന ഒരു രോഗബന്ധനം ഉണ്ടായിരുന്നു. This woman was bent over and she was in that state for many years because she was under bondage by an illness. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കുമ്പോൾ ലൂക്കോസ് 13:16 ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. കണ്ടോ, അവളെ ബാധിച്ച രോഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു അന്ന് ആ പള്ളിയിൽ വന്ന് ആ കൂനിയായ സ്ത്രീയെ അരികെ വിളിച്ചിട്ട് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ ആ സ്ത്രീ നിവർന്നു. So we read in Luke chapter 13 verse 10 onwards, we read this woman who was in bondage for 18 years by devil, when Jesus touched her, he loosed her infirmity and she was healed. 18 സംവത്സരം ആ സ്ത്രീയെ സാത്താൻ തടവിലാക്കിയിരുന്നു. For 18 years the devil had put that woman in a bondage. അവളെ നിവരാൻ ആഗ്രഹിച്ചിട്ട് നിവരാൻ കഴിഞ്ഞില്ല. അത് സാത്താൻ അവളെ തടവിലാക്കിയതായിരുന്നു. Even though she wanted to stand up straight, she could not do it because the devil had put her in bondage. അതിന് ചികിത്സിച്ചാൽ സൗഖ്യമാകത്തില്ല. എന്നാൽ കർത്താവ് അവിടെ ആ രോഗബന്ധനത്തെ, ആ പിശാചി ബന്ധിച്ച ബന്ധനത്തെ, തടവിലാക്കിയ അനുഭവത്തെ കർത്താവ് അഴിച്ചുവിട്ടു. By medication, this woman could never have been healed. The only way she could have been healed was when Jesus touched her, and the bondage that she was in was released from her life and she was healed. അപ്പോ ചില രോഗങ്ങൾ പിശാച് ആ വ്യക്തിയിൽ അവകാശം പറഞ്ഞിട്ട് ആ വ്യക്തിയെ തടവിലാക്കുന്ന അഥവാ ബന്ധിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And from this example, we can understand that certain illness or certain infirmity in the body is put by the devil when he takes an authority of that person. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ 5 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. And that is why in James chapter 5 we read that if you are undergoing an infirmity, confess your sins to each other and then pray for each other. ആ രോഗിയായിട്ടുള്ള വ്യക്തി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ദൈവം ക്ഷമിക്കുമെന്നാണ്. And if that person who is not well, he has done any sins, his sins will be forgiven. എപ്പോൾ ക്ഷമിക്കും? പാപം കുറ്റം സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അത് കർത്താവ് ക്ഷമിക്കുകയും പിശാച് ബന്ധിച്ചിരുന്ന തടവിലാക്കിയിരുന്ന ആ തടവിൽ നിന്ന് വ്യക്തിക്ക് മോചനം പ്രാപിക്കാൻ കഴിയുകയും ചെയ്യും. And when does that person get healing? When he confesses his trespasses or his sins to one another and we pray, then he may be healed. Then he is delivered from the bondage which the devil had put on that man. 116-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ബോണ്ടേജ് ഇവിടെ കാണാൻ പറ്റും. Psalms 116 verse 3. മരണപാശങ്ങൾ എന്നെ ചുറ്റി
പാതാള വേദനകൾ എന്നെ പിടിച്ചു. മതി, മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കയർ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു. Psalms 116 verse 3, the pains of death encompassed me and the pangs of Sheol laid hold of me. എന്നാൽ എന്റെ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ ആ കയറ് കർത്താവ് പൊട്ടിച്ചു മാറ്റി എന്ന് എബ്രായലേഖനം 2:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. But when we read Hebrews chapter 2 verse 14 and 15, Jesus cut off through the cross of Calvary, in the sacrifice on the cross of Calvary, he severed that rope. ആ വാക്യം വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമയാകുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ കൂടെ പഴയ നിയമത്തിൽ പിശാചിന് മനുഷ്യനെ കൊല്ലാമായിരുന്നുവെങ്കിൽ അവൻ മരണപാശം കൊണ്ട് ആ കയറുകൊണ്ട് മുറുക്കിയിരുന്നെങ്കിൽ എന്റെ യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ ആ മരണപാശത്തെ കർത്താവ് അഴിച്ചു മാറ്റി, അതിനെ അറുത്തു മാറ്റി, ഈ ഭീതിയിലിരുന്ന ജനത്തെ ദൈവം വിടുവിച്ചു. Because the devil could put man to death because of his sins, but by the supreme sacrifice of Jesus on the cross of Calvary, Jesus has delivered us from the power of death, and this fear of death which was upon man has been released from this bondage. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ക്രമീകരിക്കപ്പെട്ട് രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തെ സതാൻ ബന്ധിക്കുവാൻ കഴിയുകയില്ല. From all these examples, what we understand is that a person who has been delivered and sanctified through the blood, through the word, through prayer, through the spirit, hallelujah, he cannot be put under bondage by the devil. അഥവാ ബന്ധിക്കാൻ വന്നാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. And even in case he comes to put us in bondage, we can get deliverance, which is what the scriptures teach us. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ആത്മീയ ശുശ്രൂഷകൾ താൻ ഭംഗിയായി ചെയ്യുമ്പോൾ 1 തെസ്സലോനി 2:18 ഒരു വാക്യം നമുക്ക് കാണാൻ പറ്റും. ഇത്രയും പ്രാർത്ഥന ശ്രദ്ധിക്കൂ, ഇത്രയും പ്രാർത്ഥന മനുഷ്യൻ, വെളിപ്പാടിന്റെ കവിഞ്ഞൊഴുക്കുള്ള ആള്, അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആള്, നല്ലപോലെ ദൈവവചനം ശുശ്രൂഷിക്കുന്നയാള്, ഈ വിശുദ്ധ ബൈബിളിൽ ലേഖനങ്ങൾ വളരെ ആഴമായ സന്ദേശങ്ങൾ തന്ന ലേഖനത്തിൽ കൂടെ തന്നിരുന്നയാള്, ഈ നിലയിലൊക്കെ പൗലോസ് പ്രസിദ്ധനാണെങ്കിലും സാത്താൻ ഒരിക്കൽ പൗലോസിനെ തടുത്തു നിർത്തിയായിട്ട് കാണാൻ പറ്റും. When we read the experiences of Paul the apostles, even though he was doing a powerful ministry and he has written so many letters or so many epistles in the New Testament, even in spite of his powerful ministry, the devil was able to block Paul in one stage. അതാണ് 1 തെസ്സലോനി 2:18 വായിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. കണ്ടോ, അവിടുത്തെ വാക്യം കണ്ടോ? എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു, പക്ഷെ അതിന്മേൽ ജയമെടുത്തുകൊണ്ട് പൗലോസ് പോകുന്നതായിട്ട് പിന്നെ നമുക്ക് കാണുവാൻ പറ്റും. When we read 1 Thessalonians chapter 2 verse 18, it says that therefore we wanted to come to you, even I, Paul, time and time again, but Satan hindered us. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഈ പറഞ്ഞിട്ടുള്ള തെളിവുകളിലൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി. ഇനി ധാരാളം കാര്യങ്ങൾ ഇതുപോലെയുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നമ്മള് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും സ്നാനപ്പെട്ടവരാണെങ്കിലും ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നിടം വരെ പാപ സ്വഭാവങ്ങളും പാപ രക്തവും നമ്മളിൽ ഉള്ളതുകൊണ്ട് സാത്താൻ അവന്റെ അവകാശം സ്ഥാപിക്കത്തക്കവണ്ണം നമ്മിൽ നിന്നും പുറപ്പെടുന്നതായ കാര്യങ്ങൾ അവന്റെ ആയുധമായിട്ട് എടുക്കും. So what as a child of God we need to understand is that even though you might be born again, you might be baptized, have got the baptism of the Holy Spirit, till we are in this fleshly body, there is this sinful tendencies which run through our body, and that the devil might take as a weapon to put us in bondage. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയാലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്കിതിനെ ജയിക്കാൻ പറ്റുമെന്ന് ഈ പുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
At the same time, the Bible teaches us very clearly that through prayer, through the guidance of the Holy Spirit, through our Bible meditation, that we can overcome these kind of trials that the devil brings. അപ്പോസ്തല പ്രവൃത്തി 20-22 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പൗലോസ് തന്റെ മിഷണറി യാത്രകളിൽ താൻ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ തന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് പൗലോസ് യെരുശലേമിലേക്ക് പോകുന്നു. And one of the key features about Paul the apostle and his ministry was wherever he went ministered, he made sure that he was going there under the full guidance of the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടാണ് ഒരു വ്യക്തി, ഒരു വിശുദ്ധൻ നിൽക്കുന്നതെങ്കിൽ സാത്താന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ലക്ഷ്യസ്ഥാനത്ത് കർത്താവിന്റെ ഹിതപ്രകാരം നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഇവിടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായി നമുക്ക് മുന്നോട്ട് പോകണം. So that teaches us something, that as a child of God, if you are completely under the control, fully immersed under the control of the Holy Spirit, we will be able to overcome the wiles of the devil. ഇവിടെ സ്മൃണ സഭയോട് പറയുമ്പോൾ ഇനി ധാരാളം കാര്യങ്ങൾ ഇതുപോലെ പിശാചിനെ ബന്ധിക്കാൻ കഴിയുന്ന അവകാശം പറയുന്ന കാര്യങ്ങളുണ്ട്. ദൈവമക്കള് സൂക്ഷിച്ച് ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്, നേർച്ച നേർന്നിട്ട് പ്രതിഷ്ഠിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ സാത്താൻ ആ വ്യക്തിയെ ബന്ധിക്കാൻ പറ്റുമെന്നാണ് ബൈബിൾ നമ്മളെ മനസ്സിലാക്കുന്നത്. And the Bible also teaches us that, hallelujah, once a person has taken a decision to offer a gift to the Lord, if he's not obedient, if he disobeys against the promise he made to the Lord, then the devil can put you in bondage. ഒരു വാക്യം തെളിവായിട്ട് അതുകൂടെ നമുക്ക് വായിച്ച് അവസാനിക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം. സഭാപ്രസംഗി 5-4 മുതൽ 6 വരെ പെട്ടെന്ന് വായിക്കൂ. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേരുന്നത് കഴിക്ക, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. വായ് നീ നേർന്ന കാര്യങ്ങൾ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നീ പറഞ്ഞ കാര്യം, നേർന്ന കാര്യം, ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അത് നിന്റെ ശരീരത്തെ ബാധിക്കും, അർത്ഥം നീ രോഗിയാകും. When we read the book of Ecclesiastes, chapter 5, verse 1-2, it talks about saying that once we have made a decision that we will offer something to the Lord, and if you are disobedient to in the sight of the Lord, then it can affect our physical health as well. അപ്പൊ പല രോഗത്തിന്റെ കാര്യം എന്താണെന്ന് ഏകദേശം നമുക്ക് ഇപ്പൊ പിടികിട്ടി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. So I'm thinking that just based on this verse, we can understand the root cause of many kinds of illness or sickness in our body. അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് വരൂ. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്ന എന്തിന്? അടുത്ത വാക്യം കണ്ടോ? നീ ദൈവത്തോട് പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ നീ ചെന്ന് തൊടുന്ന എല്ലാം നാശമാകും, നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം നശിപ്പിക്കും എന്നോട് എഴുതിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ സൗഖ്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ് എന്ന് വേണ്ട ഇതെല്ലാം അനുഗ്രഹമായി മാറണമെങ്കിൽ, സാത്താൻ തടയാതിരിക്കണമെങ്കിൽ, നന്മ പ്രാപിക്കണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കണം. And when we read verse 6, it says that do not let your mouth cause your flesh to sin, nor say before the messenger of God that it was an error. Why should God be angry at your excuse and destroy the work of your hands? It means that if we have taken a decision, we have to remain committed to that decision. 37-ാമത്തെ സങ്കീർത്തനം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണും, വായ്പയായിട്ട് ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിശാചിന് ആ കാര്യത്തിൽ വ്യക്തിയെ അവകാശം പറയാൻ പറ്റും. ദുഷ്ടൻ വായ്പ വാങ്ങിക്കുന്നു, തിരികെ കൊടുക്കുന്നില്ല. അപ്പൊ വായ്പയായിട്ട് ആരോടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഒത്ത് തിരിച്ചു കൊടുത്തേക്കണം. 37-21.
Psalms 37 verse 21 says that the wicked borrows and does not repay, but the righteous shows mercy and gives, which means that if we have borrowed from somebody, we have to make sure that we return it. ചിലപ്പോൾ നമ്മൾ വായ്പയൊക്കെ വാങ്ങിക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ വായ്പയായിട്ടാ വാങ്ങിച്ചെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ പിശാചിന് ആ വ്യക്തിയെ തടവിലാക്കാൻ പറ്റും. And based on this verse, it says it is sometimes we will have situations in our life where we have to borrow something, but if you are not repaying it, then that is an excuse for the devil to put an authority over you. ദൈവത്തിന് നേരുന്ന നേർച്ചകൾ, ദശാംശങ്ങൾ, ദൈവിക വഴിപാടുകൾ, സ്വമേധ ദാനങ്ങൾ, ഇതെല്ലാം വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നില്ലെങ്കിൽ സതാന് ആ വ്യക്തിയുടെ നന്മയെയും വ്യക്തിയെയും അവകാശം പറയാൻ പറ്റും, അവരെ തടവിലാക്കാൻ പറ്റും. So we have to understand in the area of giving to God, whether it is your tithes or your offering or whatever you're giving willingly, if you're disobedient there, then the devil has got an excuse to claim authority over you. പുതിയമത്തിൽ ടൈറ്റ് കൊടുത്താൽ പോരാ, അതിനേക്കാൾ കൂടുതൽ കൊടുക്കണമെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി സംശയമായിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും. മണിക്കൂർ അത് കുറെ സമയം ചിന്തിക്കേണ്ട വിഷയമാണ്. പഴയ നിയമത്തിലാണ് ദശാംശം, പുതിയമത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ കൂടിയ ഒരു സംഖ്യയാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കാതെ ആരെങ്കിലും നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നുകൊണ്ട് മുഴുവൻ തിന്നാൽ ആ വ്യക്തിയുടെ സമ്പത്തുക്കളെ സാത്താൻ അവകാശം പറയാൻ പറ്റും. We have to understand when we come to the New Testament, the Bible teaches not only a tithe, but giving more than the tithe. And if there is anybody who's got a personal question about this topic, I'm happy to take a class on this. But if you are not faithful, if you're unfaithful in the area of giving to the Lord, it is an excuse for the devil to claim authority over you. ഇനി അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അടുത്ത കാര്യം ഇനി ഞാൻ അഭാവപ്പെടുന്നു. അടുത്ത കാര്യം വരുമ്പോൾ 10 ദിവസം നിങ്ങൾക്ക് കഷ്ടത ഉണ്ടായിരിക്കും, ഉപദ്രവം ഉണ്ടായിരിക്കും. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കഷ്ടതകൾ സാരമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:17. അതുകൊണ്ട് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ വായിക്കുന്നത് ഞൊടി നേരത്തേക്കുള്ള അല്പസമയത്തേക്കുള്ള കഷ്ടത. അതിനകത്ത് വിശ്വസ്തരായിരിക്കാമെങ്കിൽ, സഹിച്ചു നിൽക്കാമെങ്കിൽ ഏറെ സന്തോഷം പ്രാപിപ്പാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരുന്നു. ആയിരിക്കാൽ സ്മുർണ സഭയെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവുമെങ്കിലും അത് പെട്ടെന്ന് തീർന്നു പോകും, അത് നിസ്സാരമായത് മാറും. എന്നാൽ ഒരു നിത്യ സന്തോഷത്തിലേക്ക് നിങ്ങളെ ദൈവം മാറ്റും. നിങ്ങൾ വിശ്വസ്തരായിരിക്കുക എന്നൊരു പ്രബോധനം ഇവിടെ കൊടുക്കുന്നു. And the Spirit is exhorting the believers in Smyrna and the church in Smyrna to say that even though the devil is about to throw in prison for 10 days, you will have tribulation, be faithful. And we can read this encouragement in 2 Corinthians chapter 4, verse 17 also, which says, for our light affliction, which is but for a moment, is working for us a far more exceeding and eternal weight of glory. ഇവർക്കുള്ള വാഗ്ദത്തത്തെ പറ്റിയാണ് അവസാനമായിട്ട് പറയുന്നത്. And the last thing that we read about the church of Smyrna is the inheritance of the promise that the Lord has reserved for them. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരും. Be faithful until death, and I will give you the crown of life. നമ്മൾ ഇതുവരെ ഓടി അധ്വാനിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ദൈവമക്കളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്നവരാണ്. നമുക്കൊക്കെ നമ്മുടെ പ്രതീക്ഷ കർത്താവ് പറഞ്ഞ കിരീടങ്ങൾ നമുക്ക് ലഭിക്കണം. You know, in our Christian life, we have been very faithful. We have put our effort and labored for the Lord. And all our expectation is that everyone expects that we will receive the crowns which the Lord has reserved for us. And ദൈവം വെച്ച ഒറ്റ കാര്യം ഇതാണ്, വിശ്വസ്തരായിരിക്കുക. And the condition that the Lord has kept for that, for us to receive that, is be faithful. എത്ര ദിവസം? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. And how many days do we need to be faithful? It says be faithful until death. അപ്പൊ ചെറിയ കാര്യത്തിൽ വിശ്വസ്തരായിരുന്നാൽ വലിയ കാര്യത്തിൽ നമ്മളെ വിചാരകന്മാരാക്കും. And the Bible also says if you are faithful in the small things, you will be made stewards or caretaker of larger things. ഇവിടെ ഏൽപ്പിച്ചതായ കാര്യത്തിൽ വിശ്വസ്തരായിട്ട് നിൽക്കാമെങ്കിൽ വിചാരകന്മാരാക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവും സഭയുമായി ഭൂമിയെ ഭരിക്കുമ്പോൾ ഇന്നിവിടെ കാണിച്ച ചെറിയ കാര്യത്തിന്റെ വിശ്വസത പോലും ദൈവം കണക്കിലെടുത്തുകൊണ്ട് അന്ന് നമ്മളെ വിചാരകന്മാരാക്കി ദേശത്തെ ഭരിക്കുന്ന
ഭരണാധികാരികളാക്കി ദൈവം മാറ്റുമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We read also in the scriptures that if you are faithful in the small things in your present life, when Jesus comes back in the 1,000-year reign, God will count us worthy to be caretakers and steward and rule over many larger things. അപ്പൊ ഇവിടെ ജീവകിരീടം നിനക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവകിരീടം. So it says in verse 10, it says that I will give you the crown of life. ഈ കിരീടം തന്നെ സത്യത്തിൽ വലിയൊരു സബ്ജക്റ്റ് ആണ്. ഈ കിരീടം എന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. And even though we have just read it as a crown of life or the crown here, the crown itself is a big topic for study from the scriptures. ഇതിന്റെ ഒരു നിഴൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ ഭാഗത്തേക്ക് ഓടി വരണം. And a shadow of this verse or the shadow of the crown you can read or we can find in the Old Testament. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ അഭിഷേക തൈലത്തിൽ കിരീടം പ്രാപിക്കുന്നു. And the Old Testament picture is the high priest of Israel, he gets the crown through the anointing oil. ലേവ്യാപുസ്തകം 21-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ലേവ്യാപുസ്തകം 21 10 മുതൽ 12 വരെ. അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരോഹിതനായവൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവൻ യാതൊരു ശവത്തോടും അടുക്കുകയും തന്റെ അപ്പനാലോ അമ്മയാലോ അശുദ്ധനാകുകയും അരുത്. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തന്റെ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കുകയും അരുത്. അഭിഷേകവും അഭിഷേകതൈലം തലയിൽ ഒഴിക്കപ്പെട്ടവന് അവൻ പ്രാപിക്കേണ്ട നിയമങ്ങളെ പറ്റി, മഹാപുരോഹിതൻ അനുസരിക്കേണ്ട നിയമങ്ങളെ പറ്റി അവിടെ വ്യക്തമായിട്ട് പറയുന്നു. In Leviticus, the book of Leviticus, chapter 21, verse 10 onwards, it talks about the anointing and the anointing oil that the high priest has to receive. അപ്പോ ഈ മഹാപുരോഹിതന്റെ തലയിൽ അഭിഷേകതൈലം ഊറ്റുന്ന സംഭവം നമുക്ക് പഴയ നിയമത്തിൽ പഠിക്കാൻ പറ്റും. അഹരോന്റെ മക്കളിൽ ഒരുവനെ കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് സർവാംഗ ശുദ്ധീകരണം നടത്തി, അത് സ്നാനത്തിന്റെ നിഴലാണ്, അവന് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് വിശേഷ വസ്ത്രം ധരിപ്പിച്ചിട്ട് തലയിൽ മുടി അഥവാ കിരീടം ധരിപ്പിച്ചുകൊണ്ട് അഭിഷേക തൈലം തലമേലൂറ്റി താടിയിൽ കൂടി ഒഴുകി വസ്ത്രത്തിന് ഉള്ളിലേക്ക് ഒഴുകുകയാണ്. We see this when the command was given that one of the sons of Aaron should be brought before the Lord, and he should be completely sanctified or purified. Then the anointing oil is poured over his head, and it flows down over his beard and across his clothes. അപ്പോ ഈ അഭിഷേക തൈലത്തെ വിശേഷിപ്പിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു മലയാളത്തെക്കാൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരുന്നത്, ഫോർ ദ ക്രൗൺ ഓഫ് ദ അനോയിന്റിംഗ് ഓയിൽ ഹിസ് ഗോഡ് ഈസ് അപ്പോൺ ഹിം. ഈ തലയിൽ ഒഴിച്ചിരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ ഒരു പ്രത്യേകത കിരീടത്തോട് ചേർത്താണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. When we read verse 12, the comparison is given to the crown, which says the consecration of the anointing oil of his God is upon him. I am the Lord. അഭിഷേകതൈലം പ്രാപിച്ച അത് ഒഴിച്ച മഹാപുരോഹിതൻ തന്റെ നെറ്റിയിൽ ചാർത്തുന്നതായ യഹോവയ്ക്ക് വിശുദ്ധം എന്ന മുദ്രക്കൊത്തുള്ളതായി പതിപ്പിച്ച തങ്ക കിരീടം തലയിൽ വെക്കുന്നുണ്ട്. And we also see this priest over whose head the anointing oil has been poured. He wears a golden crown which has got a seal on it saying holy to the Lord. പുറപ്പാട് 28-ന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ അത് കാണാം. പുറപ്പാട് 28-ന്റെ 36 മുതൽ 39 വരെ. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രക്കൊത്തായി കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടേണം. നിങ്ങൾ സമയം പോലെ പിന്നെ വായിച്ചോണം. അവിടെ കാണുന്നത് തങ്കക്കിരീടം തലമേൽ വെച്ചുകൊണ്ട് യഹോവയ്ക്ക് വിശുദ്ധമെന്നതിൽ കൊത്തുപണി ചെയ്തുകൊണ്ട് ആര് നോക്കിയാലും യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കുന്ന തങ്കക്കിരീടം തലയിൽ വെച്ചുകൊണ്ട് അഭിഷേക തൈലം തലയിലൂറ്റപ്പെട്ടതായിട്ടുള്ള മഹാപുരോഹിതൻ അതുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ജനത്തിന് ഒരു കാര്യം മനസ്സിലാകും, ആമേൻ, നമ്മുടെ കർത്താവ്
അതിപരിശുദ്ധൻ എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പ്രതിനിധിയായിട്ട് മഹാപുരോഹിതൻ അഭിഷേക തൈലം ഊറ്റിയവനായി പോവുകയാണ്. When we see in Exodus chapter 28, verse 36, it says that you shall make a plate or crown of pure gold, and you should put an engraving on it. The engraving should say holiness to the Lord. And this is the crown that the high priest wears it. And when the people see the high priest wearing this golden crown, they understand one thing about the Lord, that our Lord and God is holy. ജയിക്കുന്നവരാണ് കിരീടം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടു നിൽക്കുന്ന ദൈവജനത്തിന് ലഭിക്കേണ്ട കിരീടത്തിന് പിൻപിൽ വിശ്വസ്തരായി നിന്ന് ജയിക്കണം. So who receives this crown? Only a person who has become an overcomer or victorious, he will receive the crown. Until when do we need to be faithful? Until death we need to be faithful. പൊരുള് പുതിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധൻ അന്യഭാഷ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാഭിഷേകത്തിൽ കിരീടം പ്രാപിച്ചു നിൽക്കുന്നു. And when we come to the symbolism in the New Testament, the revelation of the truth is a person who speaks in tongues with the evidence of speaking in tongues, who receives the Holy Spirit, is standing before the Lord with a golden crown. അല്പസ്നാനം പ്രാപിച്ച് അന്യഭാഷ അടയാളത്തോടുകൂടി അല്പസ്നാനം പ്രാപിച്ച് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ കിരീടധാരികളാണ്. അങ്ങനെയാണെങ്കിൽ കിരീടത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ വിശുദ്ധൻ 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 എന്ന പദം എടുത്തു കാണിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയെയാണ്. And when we come into the New Testament, revelation is a person who's received the Holy Spirit, who's been baptized in the Holy Spirit, who speaks in tongues and worships the Lord. He is wearing this crown. And if you look carefully at the crown, you will see that he is holy to the Lord. The word holy is ensealed upon that crown. അന്യഭാഷയിൽ സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പാടുന്ന വിശുദ്ധരെ ഓർത്തുകൊള്ളണം. ഒരു സത്യം വിളിച്ചറിയിക്കുന്നു, അവന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാരാണ് നാം എന്ന് ആ കാര്യം വ്യക്തമാക്കുമ്പോൾ നീ കിരീടധാരിയായി നിന്ന് ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവൻ താമസമിനാ ഒരു കിരീടം നമ്മുടെ തലയിലേക്ക് വരാൻ പോവുകയാണ്. And every child of God who's filled by the Holy Spirit and worships the Lord in tongue and in truth and spirit, hallelujah, there is a testimony that you're saying that one day my Lord is going to come back, and that day I will be wearing a crown in his presence. ഈ കിരീടധാരികൾ അല്പസ്നാനം പ്രാപിച്ചവർ ദൈവക്ലോർത്തോണം, അവർ വിശുദ്ധരായി നിന്ന് ജയജീവിതം നയിക്കണം. അവർക്ക് വേണ്ടിയാണ് കിരീടം കർത്താവ് വെച്ചിരിക്കുന്നത്. And every child of God who has got this experience or this testimony, they have to stand faithful before the Lord, and to them who are victorious will be this crown who is given. 2 തിമോഥെയോസ് 4:6-8 വാക്യങ്ങൾ നോക്കിയാൽ കാണുമ്പോൾ സംസാരമായി പറയുന്നത് ഇങ്ങനെയാണ്. താൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നന്മയാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നു പറഞ്ഞ പൗലോസ് അവസാനിപ്പിക്കുന്നത്, ഞാൻ നല്ലപോർ ഒരു തോട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം അവൻ എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച സകലർക്കും ആ കിരീടം ദൈവം വെച്ചിരിക്കുന്നു. And when we come to the letter that Paul wrote to Timothy, it says that I've run the good race, hallelujah, fought the good faith, and I fought the good battle and kept the good faith, and now a crown is reserved for me, and not only to me, but everyone who takes pleasure in the coming back of the Lord. ദൈവത്തിന്റെ മഹത്വം നമ്മൾ ആ കിരീടധാരികളായി നിൽക്കാൻ തക്കവണ്ണം വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ഒരു ജയജീവൻ നയിച്ചുകൊണ്ട് കർത്താവിനെ ഈ കിരീടധാരിയായിട്ട് ഇവിടെ നിന്ന് അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു പോകുന്ന ഒരു പ്രത്യേക സമയം ദൈവം തന്നിരിക്കുകയാണ്. ഇത് വിശ്വാസയോടെ നമുക്ക് കൈകാര്യം ചെയ്യണം. And let us be faithful in the small time that the Lord has given us to be faithful in his presence and to worship the Lord in truth and spirit. വ്യത്യസ്ത മരണങ്ങളെ പറ്റി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ആത്മീയ മരണം, ശാരീരിക മരണം, നിത്യമരണം, 3 മരണങ്ങളെ പറ്റി ബൈബിൾ പറയുകയാണ്. The Bible teaches us about 3 different deaths: a spiritual death, a physical death, and an eternal death. The Bible teaches us. എന്നാൽ എഫേസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചിരുന്ന നമ്മളെയൊക്കെയും കർത്താവ് വിടുവിച്ചെന്ന് കാണുന്നു. But in the book of Ephesians, chapter 2, we also read that we who were dead in our trespasses and sins, he has made us alive. സ്മുർന സഭയോട് ആ ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. And this is the way the message to the church in Smyrna concludes. It says that he who overcomes shall not be hurt by the second death. യേശുവിനെ കൈക്കൊള്ളാതെ, യേശുവിന്റെ കൽപ്പന അനുസരിക്കാതെ
പാപജീവിതം നയിക്കുന്നവരുടെ മരണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ശാരീരിക മരണം സംഭവിക്കുമ്പോൾ ആത്മാവും പ്രാണനും അങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ അത് ആ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. A person who has not received Christ, who has not repented or not accepted Jesus as his personal savior, when he dies, the soul and the spirit separate from his body and it goes to the place of torture. എന്നാൽ അന്ത്യന്യായ വിധിയിൽ ആ ആത്മാക്കളെ ദൈവം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവരെ വിസ്തരിച്ച് കുറ്റബോധം വരുത്തി പിശാചിനും അവർക്ക് ദൂതന്മാർക്ക് ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് അവർ അവസാനം പോകേണ്ടി വരുന്നു. But when we read in the book of Revelations, hallelujah, that at the white throne judgment, all these people who are dead will be resurrected. They will be judged before the throne of the Lord, and they will not be found worthy, and they will be thrown into the lake of eternal fire. And they will be pushed into this lake of eternal fire. Revelations 20:14. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇത് രണ്ടാമത്തെ മരണം. 15-ാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Revelations chapter 20 verse 14 and 15 says, then death and Hades were cast into the lake of fire. This is the second death. And anyone who was not found written in the book of life was cast into the lake of fire. മൂന്നാം സഭയെ നിങ്ങൾ കഠിനതയിൽ കൂടെയും പരിശോധനയിൽ കൂടെയും പരീക്ഷയിൽ കൂടെ ഒക്കെ പോകുന്നെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷിപ്പാൻ വകയുള്ളത്, ജയിക്കുന്നവന്, വിശുദ്ധനായി നിന്ന് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. Even though the church in Smyrna is going through a lot of tribulations and poverty and a lot of issues in their life, but the message to the church is, if you are faithful, he who overcomes shall not be hurt by the second death. നമുക്കൊരു പുരുഷായുസേ ഉള്ളൂ. വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കണം. We have got only one opportunity. We have got only one lifetime. Let us submit ourselves to the Lord to live a life of holiness. വെളിപ്പാട് 21:8 വാക്യം നോക്കിക്കോളൂ. യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട് മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. 22-15 വാക്യോട് ചേർത്ത് വായിക്കാം. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ആദ്യം വായിച്ച വാക്യം തെറ്റിയല്ലോ. 21:8 ഞാൻ പറഞ്ഞത്. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. ഒരു ലിസ്റ്റ് അവിടെ നിരത്തുകയാണ്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി ഗന്ധകവും തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. സ്തോത്രം ചെയ്യുന്നതിന്റെ ഓരോ വാക്കും പുതിയ നിയമത്തിൽ എന്റെ പൊരുൾ കൊടുത്തിട്ടുണ്ട്. എന്താന്ന്? ഹല്ലേലൂയ. 22:15 നമ്മൾ കണ്ടു. അവിടെ വായിക്കുന്നത്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ ഇഷ്ടപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇത്രയും വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ രണ്ടാം മരണത്തിൽ സംഭവിക്കുന്നത് ഇതാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, അഭിഷേകത്താൽ കിരീടധാരികളായ ദൈവമക്കളെ, ഈ ഭയങ്കരനായ വിധിയിൽ നിന്ന് ദൈവം നമ്പുരാൻ നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. Praise God. In Revelation chapter 21 verse 8 and 22, chapter 22 verse 15, it talks about a list of people who will be judged at the white throne judgment. So if that is very clear there, we have a reason to praise our God because we have been delivered from such a great judgment. വിശുദ്ധ ജീവൻ നയിക്കുന്ന ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം കിരീടമാണെങ്കിൽ, മരണഭയത്തെ ജയിക്കുന്നവർക്ക് രണ്ടാം മരണം ആകുന്ന നിത്യനരകത്തിൽ നിന്നും വിടുതൽ ലഭിക്കുകയും
അതിലുപരിയായിട്ട് വിശ്വസ പാലിക്കുന്നവർക്ക്, ജയജീവൻ നയിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം കിരീടമായിട്ട് ലഭിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ഓർത്തു കളയണം, നമ്മുടെ ജീവിതം എത്ര വിശുദ്ധമായി നമുക്ക് കാത്തു സൂക്ഷിക്കണം. So we have to understand the summary of both these verses is that if those who are victorious until death, they will be given a crown of life, and those who are unfaithful and disobedient, as mentioned in 21:8 and 22 and 15, they will be thrown into the lake which burns with fire and brimstone, which is the second death. So let us live our life in fear and trembling. താമസമില്ലാതെ നമ്മുടെ കർത്താവ് വരും. Our Lord is coming back quickly. അനന്ത നിത്യരുടെ സ്വർഗീയ കവാടം തുറക്കും. And the doors of heaven will be opened soon. ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. വിശുദ്ധരായ ജയജീവിതമുള്ളവരായി നമുക്ക് നിൽക്കാം. And not even a single person should be lost at the coming back of our Lord. So let us preserve our life with holiness. ആൽപസ്നാനം പ്രാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആൽപസ്നാനം പ്രാപിച്ച് ആ അഭിഷേകം നിങ്ങളുടെ കിരീടമാക്കി വെച്ചുകൊണ്ട് സത്യത്തിന്മാർ ആരാധിച്ച് ഒരു ജയജീവിതത്തിനായിട്ട് സമർപ്പിക്കുക. If there is anyone who's listened to me who's still not got the baptism of the Spirit, hallelujah, take time to find that. And as people wearing crown, let us be found standing in the presence of God. അഭിഷേകത്താൽ നിന്റെ തലയിൽ ലഭിച്ചിരിക്കുന്ന കിരീടം ഒരു കാര്യം വിളിച്ചേറിയിരിക്കുന്നു. വിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയെ അത് വെളിപ്പെടുത്തുന്നെങ്കിൽ നമ്മിൽ ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ നമുക്ക് ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കുകയാണ്. The anointing, which is the baptism of the Spirit, when a person wears the message in that crown is that it says, you are holy, holy, holy to the Lord, and let us lead a life which is acceptable in the presence of God. ആഗ്ലധ്വനിയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ചേർന്ന് രൂപാന്തരപ്പെടുമെങ്കിൽ ആമീൻ. ഞാൻ നിങ്ങളും മരണത്തെ വെല്ലുവിളിച്ച് ജയിച്ച്, ഹേ മരണമേന്ദ്ര ജയമെവിടെ, ഹേ മരണമേന്ദ്ര വിഷമുള്ളവിടെ, മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയോനായ പ്രമാണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് പാടിക്കൊണ്ട് വിശുദ്ധന്മാർ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആമേൻ മധ്യാകാശത്തിലേക്ക് പറന്നുയരുന്ന ഈ അനുഭവം ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ജയം നയിപ്പാനിടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.